ഡാ, ആ മരങ്ങൾ നോക്കി. പണ്ടൊക്കെ അവിടെ നിറച്ച് പക്ഷികളായിരുന്നു. ഡാ, അവിടെയാണ് അച്ഛനെ നീന്താൻ പഠിപ്പിച്ചത് നിന്റെ മുത്തശ്ശൻ. മുത്തശ്ശൻ അച്ഛനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഒറ്റ ഇടല അങ്ങോട്ട് ഇടുകയായിരുന്നു. ഡാ, പണ്ടൊക്കെ ഇവിടെ വല്ലാത്തൊരു ഓളമായിരുന്നു. ഈ മീനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തുള്ളി തുള്ളി നടക്കാൻ നമുക്ക് തന്നെ കാണാമായിരുന്നു. ശരി അച്ഛാ. കിളിപാടുമേതോ മലമേടു കാണുവാ കുളിർക്കാറ്റു പോലെ ആടിവാ ഒരു മഞ്ഞു തുള്ളിയിൽ മഴവില്ലു പോവിടും മധുമാസമേ വിരുന്നുവാ. നീയല്ലേ നീന്താൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് നീ ദിവസം വരാമെന്ന് പറഞ്ഞല്ലേ? നമുക്ക് ഇന്ന് ഇറങ്ങിയാലോ? ശരി. അച്ഛാ, ഞാൻ ശ്രദ്ധിച്ചില്ല അച്ഛാ. അതൊന്നും സാരില്ലടാ, അതൊന്നും നിന്റെ തെറ്റല്ല. ഈ കാലത്തിന്റെ സ്പീഡ് അങ്ങനെയാണ്. നമുക്ക് ചുറ്റുമുള്ള ലോകം കാണാൻ ഈ മൊബൈൽ മതി നമ്മൾ വിചാരിച്ചു പോകും. അച്ഛാ, ഈ ഫോണുണ്ടല്ലോ നമ്മളെ ലോകവുമായി ബന്ധിപ്പിക്കും. പക്ഷെ അടുത്തിരിക്കുന്നവർ തമ്മിൽ ഇടയിലൊരു മതിൽ പണിയും. അതാണ് ഈ ഫോണിന്റെ പ്രശ്നം. നീ വലുതാവുമ്പോ നിന്റെ കൂടെ ഫോൺ ഉണ്ടാവും. ഇതിനേക്കാൾ പുതിയ പുതിയ ഫോണുകൾ നിന്റെ കയ്യിലെത്തും. പക്ഷെ നിന്റെ 13-ാമത്തെ വയസ്സിലെ ഈ വൈകുന്നേരം, ഈ പുഴത്തീരം, നിന്റെ അച്ഛൻ, അവയൊന്നും പിന്നെ ഒരിക്കലും കിട്ടില്ല മോനെ. നീ എന്റെ കൂടെ ഇരിക്കുക മാത്രമല്ല എനിക്ക് വേണ്ടത്. നിന്റെ കളിയും ചിരിയും വർത്തമാനവും എല്ലാം എനിക്ക് വേണം. സോറി അച്ഛാ, ഞാൻ ഇനി മുതൽ സങ്കടപ്പെടാൻ വേണ്ടിയല്ലടാ ഞാൻ പറഞ്ഞത്. നോക്ക്, ആ പുഴയിലെ വെള്ളം നോക്ക്. അതിങ്ങനെ ഓരോ സെക്കൻഡിലും ഒഴുകി ഒഴുകി പോകുന്നതാണ്. അതൊരിക്കലും തിരിച്ചു വരില്ല. അതുപോലെയാണ് സമയവും. എനിക്ക് നിന്റെ ലൈക്സും ഷെയറും ഒന്നും വേണ്ടടാ. നീ എന്റെ കൂടെ ഒന്ന് കുറച്ചു നേരം സംസാരിക്കണം. അച്ഛൻ അത്രേ വേണ്ടു. നോക്കൊച്ചാ, അതാ ഒരു തുള്ളിക്കളിക്കുന്ന മീന്. അത് മീനൊന്നല്ലടാ, അത് കല്ലുമ്മക്കായ പിടിക്കാൻ വരുന്ന വെള്ളരി പക്ഷിയാണ്. ആണോ? അച്ഛൻ വാ, അച്ഛൻ എനിക്ക് ഇനിയും പറഞ്ഞു തരണം. ഇതെനിക്കിത് വേണ്ട അച്ഛാ, അച്ഛൻ എടുത്തോ. അച്ഛനെല്ലാം നമുക്ക് പറഞ്ഞുതരാം. എന്റെ കൂടെ വാ. കിളിപാടുമേതോ മലമേടു കാണുവാ കുളിർക്കാറ്റു പോലെ ആടിവാ ഒരു മഞ്ഞു തുള്ളിയിൽ മഴവില്ലു പോവിടും മധുമാസമേ വിരുന്നു.